ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു maziyamisvlog. വളരെ ഹെൽത്തി ആയ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. 2 കപ്പ് ബ്രൗൺ ബസ്മതി റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് 3 മണിക്കൂർ വെക്കണം. 3 മണിക്കൂർ ആവുമ്പോൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി 1.5 കപ്പ് വെള്ളം ഒരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായി ബോയിൽ ചെയ്തെടുക്കണം. നന്നായി വെള്ളം ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഡ്രെയിൻ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ ക്ലോസ് ചെയ്ത് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. രണ്ട് വിസിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ ഫുള്ള് റിലീസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, 1 ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, 1 സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, കുറച്ച് കറി ലീവ്സ്, 1.5 ടൊമാറ്റോ ചോപ്പ് ചെയ്തത്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ഹീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഹീറ്റായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായി ഹീറ്റായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി സോട്ടായി കിട്ടുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ആവുമ്പോൾ ടൊമാറ്റോ നന്നായിട്ട് കുക്കായി കിട്ടും. ഈ സമയത്ത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബസുമതി റൈസ് ഏകദേശം 80% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി റൈസ് ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ വുഡൻ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അധികം ഉടഞ്ഞു പോകാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ബ്രൗൺ ബസ്മതി റൈസ് യൂസ് ചെയ്തുണ്ടാക്കിയ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ടൊമാറ്റോ റൈസ് കുറച്ച് മല്ലിയില വിതറി ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ റൈസിൻ്റെ കൂടെ അച്ചാറും പപ്പടവും ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.